കൂട്ടുകാരെ, ഞാൻ ഈ വാലന്റൈൻസ് ഡേ ദിനത്തിൽ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാ നമുക്ക് കഥ കേട്ടാലോ? നിങ്ങൾ കഥ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് കഥ മനസ്സിലാവുകയുള്ളൂ. എന്നാ നമുക്ക് കഥ തുടങ്ങാം. ഞാൻ പറയട്ടെ. ഒരു കാലത്ത് റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു. ഈ രാജാവ് റോം ഭരിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു വാലന്റൈൻ എന്ന പേരുള്ള ഒരാള്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ പേര് വാലന്റൈൻ. അതൊരാളുടെ പേരാണ് വാലന്റൈൻ. കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞാല് പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ഈ ക്ലോഡിയസ് രാജാവിന് തോന്നി. അപ്പൊ രാജാവിന്റെ ബുദ്ധിയിൽ വന്നൊരു കാര്യം എന്താന്ന് വെച്ചാലേ, ഈ വിവാഹം അങ്ങ് നിരോധിക്കാം. അങ്ങനെ റോമില് വിവാഹം നിരോധിച്ചു. പക്ഷെ നമ്മുടെ ബിഷപ്പ് വാലന്റൈൻക്ക് അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബിഷപ്പ് വാലന്റൈന്റെ ഉള്ളിൽ എന്നും സ്നേഹമല്ലേ, സ്നേഹം. അപ്പൊ ഈ ബിഷപ്പ് വാലന്റൈൻ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്തു. ഈ പരസ്പരം സ്നേഹിക്കുന്നവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ വിവാഹം രഹസ്യമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ എന്ത് കാര്യം രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നാലും ഒരു കാലത്ത് അത് പിടിക്കപ്പെടൂലോ. അങ്ങനെ ഈ വാലന്റൈൻ രഹസ്യമായി വിവാഹം നടത്തി കൊടുക്കുന്ന കാര്യം നമ്മുടെ ക്ലോഡിയസ് രാജാവ് അറിഞ്ഞു. ഈ വിവരം അറിഞ്ഞ രാജാവ് എന്തു ചെയ്തു? വാലന്റൈനെ ജയിലിൽ അടച്ചു. എന്നാലും ബിഷപ്പ് വാലന്റൈൻ അവിടെയും തോറ്റില്ല. ബിഷപ്പ് വാലന്റൈൻ എന്തു ചെയ്തു? അവിടെയുള്ള ജയിലറുടെ അന്ധയായ മകളുമായിട്ട് സ്നേഹത്തിലായി. അന്ധയായ മകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായി. ഈ വാലന്റൈന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. ഇതറിഞ്ഞ രാജാവ് ക്ലോഡിയസ് രാജാവ് വാലന്റൈന്റെ തല വെട്ടിക്കളയാൻ ആജ്ഞയിട്ടു. ഈ തല വെട്ടാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ നമ്മുടെ വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഒരു കുറിപ്പ് നൽകി. ആ കുറിപ്പില് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഫ്രം യുവർ വാലന്റൈൻ. അങ്ങനെ വാലന്റൈനെ കൊണ്ടുപോയി കഴുത്ത് വെട്ടിക്കളഞ്ഞു. വാലന്റൈൻ മരിച്ചുപോയി. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് കഥ മനസ്സിലായോ? കഥ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഞാനിവിടെ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കിയായിരുന്നോ? എന്റെ ഇപ്പത്തെ വാലന്റൈൻ എന്ന് പറയുന്ന എന്റെ കാക്കിരി പോക്കിരികളുടെ എല്ലാ വീഡിയോസും കാണുന്ന നിങ്ങളാണ് എന്റെ വാലന്റൈൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് കാണണം, കണ്ടിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോട്ടം പോർഷൻ കാണുമ്പോഴേ ഒരു ഭംഗി തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും പറക്കിലിനി നടക്കത്തില്ല, അത് കാരണം കട്ട് ചെയ്ത് കളയാന്ന്. നമുക്ക് അത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പൊ അത്രയും വൃത്തിയോടെ അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇച്ചിരി മോശമാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊള്ളണം. കണ്ടോ, ഇപ്പോഴല്ലേ നല്ലതായിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ.